ഈ ദൃശ്യങ്ങൾ പ്രേക്ഷകർ കാണുകയാണ്. ഇത്രയും താഴ്ന്നു കിടക്കുകയാണ് ഒരു KCB ലൈന്. അതങ്ങനെ എന്താണ് ഈ നമ്മൾ ഊഞ്ഞാലൊക്കെ കിടക്കുന്നത് പോലെ ഈ പറഞ്ഞ ഈ അതിൻ്റെ തകര ഷീറ്റിൻ്റെ മുകളിലേക്ക് അങ്ങനെ ഞാന്ന് കിടക്കുകയാണ്. ഏതെങ്കിലും കമ്പോ വല്ലതും പൊക്കിയാൽ പോലും അതിൽ നിന്ന് ഷോക്ക് ഏൽക്കുന്ന തരത്തിൽ അത്രയും ഭൂമി നിരപ്പിൽ നിന്നും ആ ഇലക്ട്രിക് ലൈൻ കിടക്കുന്ന കിടപ്പ് നോക്കണം. അത്രയും താഴ്ന്ന് അതങ്ങനെ കിടക്കുകയാണ്. ഊഞ്ഞാല് പോലെ ഞാന്ന് അങ്ങനെ കിടക്കുകയാണ്. ഈ ആ സ്കൂൾ കെട്ടിടത്തിനോട് ചേർന്നുള്ള ഒരു 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 തകര ഷീറ്റിട്ട ഒരു സ്ഥലമാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് ചെരുപ്പ് വളരെ ഈസിയായി പോയി. ഇപ്പുറത്ത് മൈതാനമാണ്. അവിടുന്ന് കളിച്ചപ്പോഴേക്കും ആ ചെരുപ്പ് അതിൻ്റെ മുകളിലേക്ക് പോയി. പാവം കുട്ടി അതെടുക്കാൻ വേണ്ടി അതിൻ്റെ മുകളിൽ കയറി. അതിൻ്റെ മുകളിൽ കയറിയ ഈ ഇലക്ട്രിക്കിൽ തട്ടുമെന്ന കാര്യത്തിൽ ഒരു തർക്കം അക്കാര്യത്തിൽ അത്രയും താഴ്ന്നു കിടക്കുകയാണ്. ഇതെന്തൊരു കഷ്ടമാണ് എന്ന് വേണം പറയാൻ. കാര്യം ഇതാരും കാണുന്നില്ല, നാട്ടുകാർ കാണുന്നില്ല, അവിടെ സ്കൂളുകാർ കാണുന്നില്ല, അധ്യാപകരൊന്നും കാണുന്നില്ല. ഇത് കുട്ടികളുടെ ജീവൻ വെച്ചുള്ള കളിയാണ്. അധ്യാപകർ എന്തിനാണ് അവിടെ ശമ്പളം മേടിക്കുന്നത്? ആർക്കറിയാം? അരുൺ, നോക്കൂ, ഇത് ഭീകരമാണ്. ഈ ദൃശ്യങ്ങൾ ഭീകരമാണ്. ഇത് ഇക്കാലം അത്രയും ഈ അവസ്ഥയിൽ നിന്നുവെങ്കിൽ അത് കണ്ടുകൊണ്ട് നടന്ന നാട്ടുകാരും അവിടുത്തെ ജനപ്രതിനിധികളും അവിടുത്തെ അധ്യാപകരും അവിടുത്തെ KCBക്കാരൊക്കെ കൊടും കുറ്റക്കാരാണ്. സ്ഥലം MLA കോവൂർ കുഞ്ഞുമോന്റെ ഓഫീസിന് 100 മീറ്റർ അകലെ മാത്രമാണ് ഈ സ്കൂൾ ഉള്ളത്. കോവൂർ കുഞ്ഞുമോൻ ദിനംപ്രതി ആ സ്കൂളിന് മുമ്പിലൂടെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത്. അദ്ദേഹം പോലും ഇത് കണ്ടില്ല എന്ന ചോദ്യം ബാക്കിയാവുന്നുണ്ട്. മറ്റൊന്ന്, CPMന്റെ നിയന്ത്രണത്തിലുള്ള CPM ഭരിക്കുന്ന മാനേജ്മെന്റ് ആണ് അവിടെ ഈ സ്കൂളിൽ ഉള്ളത്. എന്തുകൊണ്ടാണ് ഈ തുടർച്ചയായി പരാതി ഉണ്ടായിട്ട് പോലും, അല്ലെങ്കിൽ സ്കൂൾ പ്രിൻസിപ്പൽ അടക്കം പരാതി നൽകിയിട്ട് പോലും എന്തുകൊണ്ട് KCB ഇത് മാറ്റിയില്ല എന്ന ചോദ്യം ബാക്കിയാകുന്നു.